മുൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മാഗ്സസെ അവാർഡ് ജേതാവുമായ വ്യക്തി ആര്? ടി.എൻ. ശേഷൻ. ടി.എൻ. ശേഷന്റെ ആത്മകഥയെന്ത്? ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്. സ്വന്തം ഖബർ സിയാറത്ത് ചെയ്ത മഹാൻ ആര്? കോയക്കുട്ടി മുസ്ലിയാർ. ആരുടെ അടുത്ത് തന്റെ ഖബർ വേണമെന്നാണ് കോയക്കുട്ടി മുസ്ലിയാർ ആവശ്യപ്പെട്ടത്? സഹോദരനും പ്രിയ ശിഷ്യനുമായ സി കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ. കോയക്കുട്ടി മുസ്ലിയാർ ഖബർ തയ്യാറാക്കി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് വഫാത്തായത്? 18 വർഷം. കോയക്കുട്ടി മുസ്ലിയാരുടെ മാതാപിതാക്കൾ ആരെല്ലാം? മാതാവ് ആളത്ത് ഫാത്തിമ, പിതാവ് ചോലയിൽ ഹസൈനാർ. കോയക്കുട്ടി മുസ്ലിയാർ ജനിച്ചത് എവിടെ? പാലക്കാട് ജില്ലയിലെ ആനക്കരയിൽ. കോയക്കുട്ടി മുസ്ലിയാർ ജനിച്ച വർഷം 1934. കോയക്കുട്ടി മുസ്ലിയാർ ബാക്കവി ബിരുദം നേടിയ വർഷം 1956. കോയക്കുട്ടി മുസ്ലിയാർ എത്ര വർഷം തന്റെ ദീനീ പ്രബോധന വേദിയിൽ ഭാഗധേയം നിർവഹിച്ചു? 56 വർഷം. കോയക്കുട്ടി മുസ്ലിയാരെ സമസ്ത കേരള മുഷാവറ അംഗമായി തിരഞ്ഞെടുത്ത വർഷം 1985. കോയക്കുട്ടി മുസ്ലിയാരെ സമസ്തയുടെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുത്ത വർഷം 2000. കോയക്കുട്ടി മുസ്ലിയാർ സമസ്ത പ്രസിഡന്റായ വർഷം 2012. ഒരേ വേദിയിൽ 40 ദിവസം തുടർച്ചയായി മതപ്രസംഗം നടത്തിയിരുന്ന ഉജ്ജ്വലവാഗ്മിയായിരുന്ന കഥാപുരുഷൻ കോയക്കുട്ടി മുസ്ലിയാർ. കോയക്കുട്ടി മുസ്ലിയാർ വഫാത്തായത് എന്ന്? 2016 മെയ് 3 ചൊവ്വ. കോയക്കുട്ടി മുസ്ലിയാർ വഫാത്തായപ്പോൾ വയസ്സ് എത്ര? 82. ഏത് സൂറത്ത് ഓതുമ്പോഴാണ് കോയക്കുട്ടി മുസ്ലിയാർ വഫാത്തായത്? യാസീൻ. കോയക്കുട്ടി മുസ്ലിയാർ അന്തിയുറങ്ങുന്നത് എവിടെ? ആനക്കര പള്ളിയങ്കണത്തിൽ. പരിസ്ഥിതി ദിനം എന്ന്? ജൂൺ 5. UNEP-യുടെ പൂർണ്ണരൂപം? യുണൈറ്റഡ് നാഷണൽ എൻവയോൺമെന്റ് പ്രോഗ്രാം. ഭൂമിയെ മലിനീകരിക്കുന്ന മാലിന്യം ഭൗമ മാലിന്യം.